ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ പിന്നെ പുലർച്ചയ്ക്കാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത്. ആ ഒരു ഇത് മാത്രം ഞാൻ അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അത് 3 മണി സമയത്താണ്, അതുകൊണ്ട് അത് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞാനൊരു 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് തീയൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാവകാശം മതിയല്ലോ. അപ്പോൾ ആർക്കും ധൃതിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് സമയം കിടക്കും കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് പിന്നെ അതാ മക്കളൊക്കെ അതാ ഇങ്ങനെ കിടക്കണ്, ആരും നീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ണനും അനൂട്ടിയും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ അടുത്താണ് കിടക്കല് കേട്ടോ. ഇപ്പം അങ്ങനെ ഒരു കമ്പാണ്. അപ്പോൾ എല്ലാവരും കൂടിയും കട്ടിലിൻ്റെ മുകളിൽ അട്ടിക്കിടാൻ പറ്റൂല എന്നിട്ട് ഒരാൾ താഴെ കിടക്കുവേ. അപ്പോൾ ഓരോക്കെ ഒന്ന് നോക്കി വന്നതിന് ശേഷം ഞാൻ അടുക്കളയിൽ കുറച്ച് ചോറ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഞാൻ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം കാടിയേക്ക് ഒഴിച്ചിട്ട് ചോറ് കോഴിക്കള പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ വേസ്റ്റും പാത്രത്തിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഓർക്കാപ്പുളീൻ്റെ ഒരു തയ്യുണ്ട്, അതിൻ്റെ ചോട്ടിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കോഴിക്കളൊക്കെ വിട്ടു. ഇപ്പോൾ ഈ 2 ചെറിയ കോഴിക്കളെ വീട്ടിൽ നിന്ന് നാളെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാ 2 വലിയ കോഴിക്കളുണ്ട്, തള്ളക്കോഴിക്കൾ. അപ്പോൾ ഒരു 2ആളും പൊരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ മുട്ട ഇട്ട ഒരു സമയത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ കുഞ്ചിയൊക്കെ കലങ്ങിയിട്ട് വെച്ച് കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ 2ആളെയും വലിച്ചിട്ടതിന് ശേഷം ഞാൻ 2 കൂടും അടച്ചിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ ഓരോന്നും കഴിക്കാതെ അതിൽ തന്നെ അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. പിന്നെ ആ പാത്രങ്ങളൊക്കെ ഞാൻ അത് കഴുകി വെച്ചു. അതിനുശേഷം അനുമോളെ വിളിച്ചുണർത്തിയിട്ടോ. അപ്പോൾ മിറ്റടിക്കുകയാണ്, ഞാൻ ഇവിടെ തിരുമ്പുകയാണ്. അപ്പോൾ ഒന്ന് കുളിക്കുന്നതിന് മുന്നേ കല്ലിൽ കുറച്ച് തിരുമ്പാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഒന്നും മെഷീനിൽ ഇടലില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് മെഷീനിൽ നിന്ന് ഇട്ടിച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ കല്ലുകൊണ്ട് തിരുമ്പി. അപ്പോൾ ഇടയ്ക്കൊന്ന് മെഷീൻ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ കേടാവോ എന്ന് വിചാരിച്ചിട്ടേ. ഇപ്പോൾ പിന്നെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വിധമൊക്കെ കല്ലിൽ തന്നെ തിരുമ്പണതേ. അപ്പോൾ തിരുമ്പണേൻ്റെ ഇടയ്ക്കാണ് അനുമോള് പേസ്റ്റ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് സംഭവം. പിന്നെ ഞെക്കി പീച്ച് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. കഴിഞ്ഞതിൻ്റെ മുന്നേ നമ്മൾ വാങ്ങില്ല, അപ്പോൾ കഴിഞ്ഞതിന് ശേഷം തന്നെ വാങ്ങലുള്ളൂ. അപ്പോൾ ഓരോ വല്യേക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായയൊക്കെ കുടിച്ചു. ദോശയും വെളുത്ത കടലല്ലേ, ആ കടലക്കറിയും കൂടി ആയിരുന്നു കേട്ടോ, തേങ്ങ നരയ്ക്കാതെയെന്ന് വെച്ചത്. അപ്പോൾ ഇവിടെ ഒരാൾ കളിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ വന്ന് എന്നോട് ചോദിക്കുകയാണ്. പിന്നെ അതാ കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നും ഇരിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കായും പരിപ്പും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ വേവുള്ള അരിയാണ് അടുപ്പത്തെ. അപ്പോൾ ആദ്യം വേവില്ലാത്തത് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി റൈസ് കുക്കറിലേക്കാണ്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി അടുപ്പത്ത് വെക്കാമല്ലോ. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരിക്കൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം ഇന്നുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു 4 കഷ്ണം മീൻ അവിടെ ഇരിക്കുന്നുണ്ട് ഉണക്കൽ കേട്ടോ. എന്നാൾ നന്നാക്കി വെച്ചാൽ ആ ഒരു മാന്തൾ മീനിൽ ഒരു 4 കഷ്ണം കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വറക്കാൻ വിചാരിച്ചു. അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കഴുകി ചട്ടിയിലിട്ടിട്ടുണ്ടേ. മൺചട്ടിയിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. കുക്കറിൽ വെക്കണേക്കാളിലൊക്കെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ സാവകാശം അങ്ങനെ അടുപ്പത്ത് തന്നെ അല്ലേ ഇതും ചെയ്യും കേട്ടോ. പിന്നെ രാവിലത്തെ ആ ഒരു കാര്യം ചായയും കടി ഉണ്ടാക്കുന്നത് ഞാൻ ഗ്യാസിൽ തന്നെ ചെയ്യും. എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് തീ കത്തിച്ചിട്ടൊന്നും ശരിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പും തക്കാളിയും മുരിങ്ങാക്കായും പച്ചമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും അധികം വേവൊന്നുമില്ല കേട്ടോ. പരിപ്പിനായാലും തക്കാളിക്കായാലും മുരിങ്ങാക്കായ്ക്കൊന്നും അധികം വേവില്ല. അപ്പോൾ അതവിടെ കിടന്ന് വേകുമ്പോഴേക്കും കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണേ. അപ്പോൾ അത് അരവൊക്കെ പാർന്ന് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കടുകൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ആ 4 കഷ്ണം മീനും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറും കറിയും മീൻ വറുത്തതൊക്കെ ആയിട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് ഒരാൾ അനാഥാലയത്തിൽ നിന്ന് ഡ്രസ്സ് കൊടുക്കാനുണ്ടോ ചോദിച്ചിട്ട് വന്നത് കേട്ടോ. അവിടുത്തെ അമ്മമാർക്ക് ഇടാൻ വേണ്ടിയിട്ട് മാക്സി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ 2-3 മാക്സിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വരുമ്പോൾ പേടിയൊക്കെ തന്നെയാണ് കേട്ടോ. മക്കളെല്ലാവരും മുറ്റത്ത് കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അതാ ഏട്ടന് വെട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ടൈലിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ കേട്ടോ, അവിടെ പുതിയ വീട് വെച്ചിട്ടുണ്ട് മാമ. അപ്പോൾ അവിടെ ടൈലിടാൻ വേണ്ടിയിട്ട് ഏട്ടനും കണ്ണനും കൂടി പോയതാണ് കേട്ടോ. ഇനിയിപ്പോലും വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ മെഷീനിൽ തിരുമ്പാട്ടതൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആശുട്ടനും നാന്തോട്ടനും ഇതാക്കണം ഇവിടെ ഐസ് തിന്നെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ സേമിയം വെച്ചിട്ട് സേമിയം പാലൊക്കെ വെച്ചിട്ട് ഐസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്നലെ എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ ആശുവിന് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നാന്തോട്ടി വാശി ഇടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ആശുവിന് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ 2 എടുത്ത് വെച്ചു കേട്ടോ. 2 ഐസ് അവിടെ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ക്ലാസ്സിലാണ് ഉണ്ടാക്കിയത്. ഐസ് ഉണ്ടാക്കണ സാധനമൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ.
പിന്നെ തിരുമ്പിയതൊക്കെ ഞാൻ തോരയിടുന്നത് ഇങ്ങനെ മേലെ അഴക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് തോരയിടുന്നത്. അപ്പോൾ തലേ ദിവസമൊക്കെ എടുത്തു, പിന്നെ പുതിയത് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇപ്പം മഴ പെയ്യണോണ്ട് ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. അപ്പോൾ പിന്നെ പുറത്തിട്ടിട്ട് കാര്യമല്ല, എന്തായാലും അകത്തേക്ക് ഇടേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ കല്ലിൽ തിരുമ്പിയതൊക്കെ ഞാൻ പുറത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഉള്ളിൽ കൊണ്ടുവന്നിടണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ണൻ്റെ റൂമിൻ്റെ ഒരു കോലം കണ്ടില്ലേ. അപ്പം ഞാൻ ഇന്നലെ കണ്ടത് തന്നെയാണ്, പക്ഷേ നോക്കാതെ പോയിട്ട് ഞാൻ എത്ര അടുക്കി പെറുക്കി വെച്ചിട്ടും കാര്യമല്ല. ഓൻ്റെ ഒരു ചിത്രം വരയും ഓൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം കൂടിയും കഴിയുമ്പോഴത്തേന് ഇവിടെ അങ്ങോട്ട് ആകെ എന്താ പറയുക മറിച്ചിടും കേട്ടോ. അത്ര ഇതായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വേണ്ടതും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് നാളൊരു ദിവസം കളയാൻ തോന്നായിട്ട് അവിടേക്ക് തന്നെ വെച്ചതാണ്. അതിന് സിബൊന്നും ഇല്ല, ആകെ കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. 3-4 വർഷം പഴക്കമുള്ള ഒരു ബാഗാണ്. അപ്പോൾ അതിനിപ്പോൾ വേണ്ട വിചാരിച്ചിട്ട് ഞാനത് പുറത്തേക്ക് ഇടുകയാണ്. പിന്നെ അതാ തലണയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇടയ്ക്ക് ഇവിടെ വന്നിട്ടൊരു കിടത്തുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതിനൊക്കെ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ കുപ്പികൾക്ക് ഇവിടെ ഒരു പഞ്ചം ഉണ്ടാവില്ല. അവിടെ നിന്നൊക്കെ കുപ്പികൾ കിട്ടാനുള്ള വെച്ചാൽ അവിടെ നിന്നൊക്കെ പെറുക്കി കൊണ്ടു കേട്ടോ. എന്നിട്ടത് പെയിൻറ് വാങ്ങുക, പെയിൻ്റ് അടിക്കുക, അതിമ വർക്ക് ചെയ്യുക, പിന്നെ അത് വേണ്ടാക്കുക, വീണ്ടും അടുത്ത പെയിൻ്റ് അടിക്കുക. ഇതൊക്കെ തന്നെയാണ് ഓൻ്റെ പണി. അപ്പം അനുമോള് പറയുന്നുണ്ട്, അമ്മ വെറുതെ ഇവിടെ ശരിയാക്കാൻ നിൽക്കണ്ട, ഏട്ടാ നാളെ തന്നെ അത് മറിച്ചിടും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ഓനിങ്ങനെ ചെയ്താലും ഓൻ ശരിയാക്കലുണ്ട് കേട്ടോ. ശരിയാക്കാത്ത ആളൊന്നല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളില്ലാത്തതുകൊണ്ടേ കളിയിൽ പെട്ടിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാത്തത്. അപ്പോൾ പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് ശരിയാക്കി കൊടുത്തു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തന്നെയാവും കേട്ടോ. പേപ്പറുകൾ വെട്ടിയിട്ടും കറച്ചിട്ടും അങ്ങനെ ഓരോ വർക്ക് ചെയ്യണതാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇട്ട് പോരുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഞാൻ കഴിയുന്ന വിധത്തിൽ ഒന്നൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പിറ്റേന്ന് വീണ്ടും ആദ്യത്തെ അതേപോലെ തന്നെയാവും കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ചോറിനലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിടന്നു കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് മഴ വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ എടുത്തു വെച്ചു. പിന്നെ വിറകും എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിട്ട് തന്നെയാണ് കിടന്നത്. ഇല്ലെങ്കിൽ കിടക്കുന്നിടത്ത് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ദോശ ഇരിക്കുന്നുണ്ട്, കുറച്ച് കട്ടൻ ചായ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കാപ്പി വെക്കാൻ വിചാരിച്ചു. അച്ചയ്ക്ക് മാത്രമായിട്ട്, അച്ചയ്ക്കും നന്ദൂട്ടനും കൂടിയും കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടനും കണ്ണനും കൂടി വന്നിട്ടേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കണില്ല, അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ അനുമോക്ക് അങ്ങനെ ചായ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി അച്ഛന് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കടി അവിലാണ് കേട്ടോ. അപ്പോൾ അച്ചയ്ക്ക് അവില് കൊടുത്തു. പിന്നെ മക്കൾക്ക് ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചു. പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. നാളെ പുട്ടാണ് കടി. അപ്പോൾ ദോശയ്ക്ക് കുറച്ച് മാവിരിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നന്ദൂട്ടൻ നീച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീച്ചു. അപ്പം ഞാൻ ആ പുട്ടിനുള്ള അരിയൊക്കെ ഒരു തുണിയിൽ ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവർ വെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ 2-3 മാങ്ങ കിട്ടിയിരുന്നു. മാങ്ങേൻ്റെ ആളാണ് കേട്ടോ നന്ദൂട്ടൻ. അപ്പോൾ അത് അനുട്ടി കഴുകി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് മാങ്ങ. അപ്പോൾ ഓനെ അങ്ങനെ കൊടുക്കണത് ഇഷ്ടമല്ല. ആ തോലൊക്കെ കളഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഈമ്പി കഴിക്കുന്നതാണ് ഇഷ്ടം. ആ തോലോട് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിലും തരും കേട്ടോ. നമ്മൾ ചോദിക്കൊന്നും വേണ്ട, എന്ത് കഴിക്കുകയാണെങ്കിലും തരും. എല്ലാവർക്കും കൊടുക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണത് ഓന് ഇഷ്ടമല്ല കേട്ടോ. എന്ത് സാധനമാണെങ്കിലും അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞ് കരയും കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ആ മാക്സി അയാൾക്ക് കൊടുത്തിട്ട് എന്തിനാ അമ്മ അത് കൊടുത്തത് പറഞ്ഞിട്ട് കുറേ സമയം സങ്കടപ്പെട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മർത്ത് വന്നിരുന്നിട്ട് ചായ കുടിക്കുകയാണേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികൾ എന്ന് പറഞ്ഞാൽ അരി പൊടിക്കാനുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഏട്ടൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോലോ വിചാരിച്ചിട്ട് കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പണികളൊന്നുമില്ല. മുറ്റടിക്കലൊക്കെ ഇനിയിപ്പോൾ നാളെ രാവിലെ ആട്ടെ എന്ന് വിചാരിച്ച് മുറ്റത്തൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മക്കളപ്പം കുറേ സമയം ഇരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ വന്നിട്ട് അരി പൊടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറണ്ട് കുറച്ച് സമയം പോയിരുന്നു. അപ്പോൾ വന്ന തക്കത്തിന് വേഗം അരി പൊടിക്കുകയാണേ. അപ്പോൾ അരി പൊടിക്കാനോ അരയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ നന്ദൂട്ടൻ എപ്പോഴും ഇവിടെ കയറിയിരിക്കും കേട്ടോ സഹായത്തിനായിട്ട്. ആ മിക്സിയുടെ ജാറിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണതേ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അനുട്ടിക്ക് തരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തരിച്ച പൊടി തന്നെ വീണ്ടും ഓള് തരിക്കുക തന്നെയാണ് കേട്ടോ. ഞാൻ തരിച്ചിട്ട് ചാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഓൾക്ക് വഹിക്കണ പണിയാണെങ്കിൽ ഞാൻ പറയും കേട്ടോ. വയ്യാത്ത പണി എങ്ങനെ ഇപ്പോൾ ഓളോട് പറയാം. പക്ഷേ എങ്കിലും ഓൾക്ക് വഹിക്കാത്ത പണിയൊക്കെ ചെയ്യണം എന്നാണ് ഓളൊരിത്. അപ്പോൾ എനിക്ക് വഹിക്കും പറഞ്ഞ് പിടിച്ച് വലിച്ച് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നന്ദോട്ടം പറയത് എൻ്റെ അമ്മേൻ്റെയാണ് പറഞ്ഞിട്ട് വാങ്ങി തന്നോട്ടേക്ക് അങ്ങനെ ഓരോ യുദ്ധങ്ങൾ കാണിക്കുക. ഓളെ ഗ്യാസ് എത്തിക്കാൻ സമ്മതിക്കൂല, അങ്ങനെയൊക്കെ ഓരോ പരാതികളാണ്. അതൊന്നും ഞാൻ സമ്മതിക്കലില്ല കേട്ടോ. എന്തെങ്കിലും പറ്റുന്നത് നന്നാക്കാൻ എന്തെങ്കിലും കൊടുക്കും, മുറ്റടിക്കാനോ അകടിക്കാനോ ഒക്കെ പറയുന്നല്ലാതെ അല്ലാത്തതിനൊന്നും ഞാൻ സമ്മതിക്കലില്ല.
അപ്പം അരി പൊടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വറക്കണുള്ളൂ. അപ്പോൾ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ. ഉച്ചയ്ക്ക് നിൽക്കൽ തുടങ്ങിയതാണ് മഴ. ഇങ്ങനെ എന്താ പറയുക, ഇപ്പം പെയ്യണോ പെയ്യണ്ടേന്ന് ആലോചിച്ച് കുറേ സമയമായി നിൽക്കുന്നത്. പക്ഷെ വല്ലാതെ ഒന്നും പെയ്തിട്ടില്ല, ഒന്ന് ചാറിയിട്ടുള്ളൂ കേട്ടോ. ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്, പക്ഷേ എങ്കിൽ മഴ പെയ്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട്. അപ്പോൾ ആ മഴയും കണ്ട് ഞങ്ങൾ കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. അച്ഛൻ കടയ്ക്കും പോയിട്ടുണ്ട്, കണ്ണനും ഏട്ടനും ഇവിടെ ഇല്ലേനും, അമ്മയില്ലല്ലോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായപ്പോൾ പുറത്തിങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം ഓൻ്റെ വർത്താനം ഓൻ്റെ കൊഞ്ചലും ഒക്കെ കേട്ടിട്ട് അങ്ങനെ ഇരുന്നു. ഇപ്പോൾ കളിക്കാൻ പോകാനും വയ്യല്ലോ മഴ ചാറിയിട്ട്. സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ കുറേ സമയം കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂൾ തുറന്നാൽ എപ്പോഴും ഓരോ കാര്യങ്ങളുമായിട്ട് ധൃതിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഒരു 5:30 ഒക്കെ ആയപ്പോൾ ഏട്ടനും കണ്ണനും വന്നു കേട്ടോ. അപ്പോൾ ഒരു വന്നപ്പോൾ ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അമ്മായി ഇതാ കുറച്ച് തൈരും കറിവേപ്പിലൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇവിടെ ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ കാനലായതുകൊണ്ട് ഉണ്ടാവണില്ല കേട്ടോ. അപ്പം ഞാൻ പൊടിയൊക്കെ ഒന്ന് വറുത്ത് വെച്ചു. പിന്നെ ഏട്ടനും കണ്ണനും കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞണ്ടൊക്കെ നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നായിരുന്നു, പക്ഷേ ഞാനൊന്ന് ചെറുതാക്കിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അനുമോളിതാ കോഴിക്കൂട് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഈ കൂടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഓരോന്ന് പിടിച്ചിടണം. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയമൊക്കെ നോക്കിന്നാലൊന്ന് കയറും കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അടയ്ക്കാൻ പോകാൻ പേടിയാണ് കേട്ടോ. എനിക്കും പേടിയാണ്, ഓക്കും പേടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിരുന്നു, ഓള് പോയി അടച്ചിട്ടോ. അമ്മ അവിടെ എന്തോ ഞാൻ പോയി അടയ്ക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ സൗണ്ട് കേട്ട് പറഞ്ഞ് ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കാനാവില്ല വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തന്നെ പോയി അടച്ചത്. അപ്പം ഇനിയിപ്പോൾ ഞണ്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. നന്ദൂട്ടിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞണ്ട്. കുറേ ദിവസമായി പറയുന്നത്. പക്ഷെ ഞണ്ടിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടു കേട്ടോ. ഞണ്ടൊന്നും വാങ്ങി കഴിക്കൂല. അപ്പോൾ എന്തായാലും മോൻ്റെ ഇഷ്ടത്തിന് ഒരു 1/2 കിലോ ഞണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ സവോള, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടിക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ചോറിനും കഞ്ഞിക്കൊക്കെ കറി ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കണവരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ടൊന്നുമില്ല. ഈ ഒരു ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഇത് എത്ര സമയം വേവിക്കേണ്ടി വരുന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിട്ടോ. അപ്പോൾ കണ്ണൻ പറയുക, ഓനോട് ഞാൻ പറഞ്ഞപ്പോൾ പറയുക, അത് നമുക്ക് ഇടയ്ക്കൊന്നെടുത്ത് നോക്കമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതങ്ങനെ ഞാൻ ഉണ്ടാക്കലില്ല, കുറേ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടെ പാറഞ്ഞണ്ട് ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അതറിയാം കേട്ടോ, അത് ഇതിനേക്കാളിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിന് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അതിന് നല്ല ഇറച്ചി ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷെ ഇതിന് അത്രയൊന്നും ഇറച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയുന്ന ഒരു രീതിയിൽ ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാറഞ്ഞണ്ട് കിട്ടുമ്പോൾ അമ്മ വയ്ക്കൽ വെറും കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പിലയൊക്കെ ഊരിയിട്ട് കുപ്പിയിലാക്കുന്നുണ്ടായിരുന്നേ. നല്ല ഇലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് അവിടേക്കൊന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയപ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത്, പിന്നെ ഞണ്ടും ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചില്ല കേട്ടോ വീഡിയോയിൽ. ഇനിയിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ. അപ്പോൾ ഞണ്ട് റോസ്റ്റൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാൻ അറിയണ്ടാവൂലേ. ഞാൻ എനിക്കറിയുന്ന ഒരു രീതിയിലായിട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളികേരം ചിരവി വെക്കുകയാണ് കേട്ടോ. നാളെ പുട്ടാണല്ലോ കടി. അപ്പോൾ അതിലേക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളികേരം ചിരകി വെക്കുകയാണ്. എന്നപ്പോൾ രാവിലെ സുഖമാവുമല്ലോ. മറ്റേത് രാവിലെ നമ്മൾ ആ ചിരവുമ്പോഴൊക്കെ ഒരു എന്താ പറയുക, ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ കേട്ടോ രാവിലെ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഞണ്ടൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തോനെ വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം എടുത്തിട്ട് കുട്ടികളൊക്കെ ഒന്ന് കടിച്ച് നോക്കിട്ടോ. അപ്പോൾ കണ്ണൻ പറഞ്ഞു കുറച്ച് സമയം കൂടി ഒന്ന് വേവാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം കൂടിയാണ് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കണ്ണവിടെ വീണ്ടും പെയിൻറ് ചെയ്യാണ് കേട്ടോ. കുപ്പിക്ക് പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോൾ അതിൽമേ
ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്തേൻ്റെ തോടിൽ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അപ്പോൾ അച്ഛ കടയിൽ നിന്ന് വന്നപ്പോൾ തൊപ്പി കേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞത് അവിടെ എല്ലാവരും കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കും എല്ലാവരും. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. ഒരു 8:30 സമയമാകുമ്പോഴാണ് വിളമ്പൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മേലൊക്കെ കഴുകി വന്നു. ചില ദിവസം ഞാൻ കിടക്കാൻ നേരത്താണ് കേട്ടോ കഴുകുക. ഇന്നിപ്പോൾ വേഗം കഴുകി. കറണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് വരിക പോവുക അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് സമയം ഓരപ്പം ഞാനും അവിടെ കിടക്കും ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നന്ദുട്ടം ആദ്യം എൻ്റെ മടിയിൽ കിടന്നു. അപ്പം ഞാൻ ഓൻ്റെ മടിയിൽ കിടക്കട്ടെ വിചാരിച്ചിട്ട് ഓൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കിയിരുന്നു. അപ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആടിത്തരികയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ണം വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കഞ്ഞിയൊക്കെ വിളമ്പി. അപ്പോൾ ഞണ്ട് റോസ്റ്റൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഉച്ചക്കത്തെ കുറച്ച് കറിയും കൂടിയും കൊടുത്തിട്ടുണ്ട്. അച്ചയ്ക്ക് പിന്നെ കറിയൊന്നും വേണ്ട കേട്ടോ. ഏട്ടനാണെങ്കിൽ പിന്നെ ആ കഞ്ഞിയിൽ കുറച്ച് കറിയാണ്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ടാക്കി എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ആ കഞ്ഞിയിൽ ഒഴിച്ച് കുടിക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കണ്ണതാകണേ ഓനുള്ള ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛനും ഏട്ടനും കൂടിയും കഞ്ഞിയൊക്കെ കുടിക്കാൻ ഞാൻ വിളിച്ചു കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് അച്ഛനാണ് ആദ്യം വന്നത് കേട്ടോ. ഏട്ടൻ അവിടെ കുട്ടികളൊപ്പം കുറച്ച് നേരം കൂടിയും കിടക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടനും വന്നു. അനുമോക്കുള്ളത് അനുമോള് കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് മേശേമലൊന്നും ഇരിക്കണില്ല, അന്ന് ഇവിടെ ഇരിക്കണ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നു. ചില ദിവസങ്ങളിലെ മേശേമലൊക്കെ ഇരിക്കലുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് മക്കൾ സെറ്റിയിലായിരിക്കണ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഒരു ഫാനൊക്കെ ഇട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടില്ല, നാന്തോട്ടിന് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. എന്താ വെച്ചാൽ ഞണ്ടല്ലേ, അപ്പോൾ അത് ഓന് അങ്ങനെ കഴിക്കാനൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഓന് ഞാൻ ആദ്യം ചോറ് വിളമ്പി ചോറാ വേണ്ടത് പറഞ്ഞപ്പോൾ പിന്നെ കഞ്ഞി മതി പറഞ്ഞു. അപ്പോൾ പിന്നെ കഞ്ഞി കൊടുത്തതാണ്. അപ്പം ഒന്ന് കൊടുക്കാനൊന്നും സമ്മതിക്കണില്ല. കഞ്ഞി ഓൻ കുടിക്കുക, ഞണ്ടമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് എടുത്തിട്ടും കഴിക്കുന്നുണ്ട്. അപ്പം നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നാളെയും വാങ്ങണം കേട്ടമ്മ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞണ്ടിൻ്റെ വില ഓനെ അറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞണ്ട് ഞാൻ കടയിൽ കിട്ടൂല, ഒരു വരുമ്പോൾ വിളിക്കണ്ട് എന്നാ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോട്ടേന്. അപ്പോൾ അതേന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചോറിനലൊക്കെ എല്ലാവരും കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ കിടക്കാൻ പോവുകയാണ്. നേരം 9:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഞങ്ങളെ വീട്ടിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു കേട്ടോ, ഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ചെയ്യോ ചേച്ചി എന്ന് കുറേ മുന്നേ ചോദിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ചോദിക്കേണ്ടായി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ, എഡിറ്റ് ചെയ്യാനും നല്ല പ്രയാസം തന്നെയാണ്. എന്നാലും നിങ്ങൾ ചോദിച്ചപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്